ഇതിഹാസ നടൻ മോഹൻലാൽ അടുത്തിടെ ഒരു ജ്വല്ലറി പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഒരു സാധാരണ പിന്നണി ഫാഷൻ ഷൂട്ടായി ആരംഭിച്ചത് പെട്ടെന്ന് കൂടുതൽ ശക്തവും കാവ്യാത്മകമായ ഒന്നായി മാറി ഈ പരസ്യം. മോഹൻലാലിന്റെ ഈ പരസ്യത്തെ ഇത്ര ശക്തമാക്കുന്നത് വെറും ദൃശ്യങ്ങൾ കൊണ്ട് മാത്രമല്ല, അതിലൂടെ കൺവേ ചെയ്യുന്ന സന്ദേശത്തിലൂടെയുമാണ്. യഥാർത്ഥ ആത്മവിശ്വാസം ആത്മപ്രകാശനത്തിലാണ്, അത് അനുരൂപതയിലല്ല. ആക്ഷൻ നിറഞ്ഞ വേഷങ്ങൾക്കും പരുക്കൻ കഥാപാത്രങ്ങൾക്കും പേരുകേട്ട ഒരു സൂപ്പർ സ്റ്റാർ ശാന്തമായ കൃപയുടെ നിമിഷത്തിൽ നിശ്ചലതയ്ക്കും മൃദുത്വത്തിനും കീഴടങ്ങുന്നത് കാണുമ്പോൾ ആഴത്തിൽ സ്പർശിക്കുന്ന എന്തോ ഒന്നുണ്ട്. പ്രേക്ഷകർ കൈയടിക്കുകയും ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും: മലയാള താരങ്ങൾ വെറും വിനോദകർ മാത്രമല്ല, അവർ മാറ്റത്തിന് വഴിയൊരുക്കുന്നവരാണ്. സിനിമയും പ്രശസ്തിയും പലപ്പോഴും പൊതുചിന്തയെ രൂപപ്പെടുത്തുന്ന ഒരു രാജ്യത്ത് ലിംഗഭേദമില്ലാത്ത കഥ പറച്ചിലിലേക്കുള്ള ഈ മാറ്റം അടുത്ത തലമുറയെ പ്രതീക്ഷകൾക്ക് അതീതമായി ആധികാരികത സ്വീകരിക്കാൻ പ്രചോദിപ്പിക്കും. പരമ്പരാഗത പുരുഷത്വത്തെ വെല്ലുവിളിക്കുന്ന ആദ്യത്തെ മലയാള നടനല്ല മോഹൻലാൽ. 2023 ഫഹദ് ഫാസിൽ ഒരു ജ്വല്ലറി പരസ്യത്തിൽ അതിലോലമായ മൂക്കുത്തി ധരിച്ച് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത്തരം ആഭരണങ്ങൾ സാധാരണയായി സ്ത്രീകൾക്ക് മാത്രമാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു സമൂഹത്തിൽ ഒരു ധീരമായ നീക്കമായിരുന്നു. ആ പരസ്യത്തിലെ ഫഹദിന്റെ ശാന്തവും ഏതാണ്ട് ശാന്തവുമായ പെരുമാറ്റത്തിന്റെ അതിലെ നിസ്സാരമായ ശക്തിയുടെ പേര് വാർത്തകളിൽ ഇടം നേടിയിരുന്നു. പുരുഷത്വം, സ്ത്രീത്വം എന്നിവ തമ്മിലുള്ള രേഖ മങ്ങിക്കുന്ന ലിംഗഭേദത്തെ ഉൾപ്പെടുത്തുന്നതിനുള്ള സന്ദേശത്തിനും ഈ ക്യാമ്പയിൻ വേറിട്ടു നിന്നു. ഇതെല്ലാം ആഴത്തിലുള്ള സാംസ്കാരിക മാറ്റത്തിന്റെ അടയാളങ്ങളാണ്. പുരുഷന്മാരുടെ ആഡംബര പരസ്യങ്ങളിലെ പൊതുവായ വിഷയങ്ങളായ ഗാംഭീര്യമോ പുരുഷ മേധാവിത്വമോ പ്രദർശിപ്പിക്കുന്നതിന് പകരം ഇത് ആർദ്രത, സൗന്ദര്യം, ദ്രാവക ആത്മപ്രകാശനം എന്നിവയിലൂടെ സമൂഹത്തിലേക്ക് ആഴത്തിൽ വിഷയം എത്തിക്കുകയാണിപ്പോൾ ഇതുപോലുള്ള പരസ്യ ചിത്രങ്ങളിലൂടെ.